അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഇരിക്കുന്നത്. റജബുൻ അവ്വലു ശുഹൂരിൽ ബറക്ക, ബറക്കത്തിന്റെ മാസങ്ങളിലുള്ള ആദ്യത്തെ മാസമാണ് റജബ് എന്നാണ് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് പറഞ്ഞാൽ പിന്നെ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. ഈ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ്യത്ത് തന്നെ റജബ് വന്നാൽ വളരെ ശ്രദ്ധയോടെ പേടിയോടെ നിൽക്കും. റജബിലുള്ള ഇബാദത്ത് അതിന് മഹത്വമുണ്ട്. റജബിൽ തെറ്റ് ചെയ്താൽ പെട്ടെന്ന് ശിക്ഷ ഇറങ്ങും എന്നുള്ള വിശ്വാസവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുമ്പേ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്ന്. ഫല്ലലത്തുഹുൽ ജാഹിലിയ്യ വശറഫഹുൽ ഇസ്ലാം. ജാഹിലിയ്യത്ത് റജബിനെ ഉന്നതമായി കണ്ടിരുന്നു എന്നും അതൊരു പവിത്ര മാസമാണ് എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാസമായിട്ട് നാം ഇതിനെ കാണണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റജബിലെ വെള്ളിയാഴ്ച ദിവസമാണ്. എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ചയാകുമ്പോൾ വെള്ളിയാഴ്ചനെ പറ്റി പറയലുണ്ട്. വെള്ളിയാഴ്ച അൽകഹഫ് ഓതുക, വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുക. സലഫു സ്വാലിഹീങ്ങൾ വെള്ളിയാഴ്ച 300 സ്വലാത്തെങ്കിലും ചെല്ലണം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലി എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവനവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഫഇന്ന ദുആഅഹു മഖ്ബൂലുൻ ഗൈറു മർദൂദിൻ, അവന്റെ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കപ്പെടും, ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത്രേ ഉള്ളൂ. ഒരു 10 സ്വലാത്ത് ചൊല്ലുക. നല്ല സമയം നോക്കി, നല്ല ദിവസം നോക്കി ഒരു 10 സ്വലാത്ത് ചൊല്ലുക. ആ 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എന്തായാലും അവന്റെ ആവശ്യം നിറവേറപ്പെടുമെന്നാണ് മഹദിയായ ആയിഷ ബീവി പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെ ആയുസ്സിന്റെ സമയങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. 2025 ഇവിടെ തീരുകയാണ്. പുതിയൊരു വർഷം ഇനി വരികയാണ്. പുതിയൊരു വർഷം വരുമ്പോ ജീവിതത്തിൽ ഒരു കൊല്ലം തീർന്നുപോയി. അല്ലാഹു തആല കണക്കാക്കി തന്ന ആയുസ്സിന്റെ സുപ്രധാനമായ വർഷങ്ങളിൽ നിന്ന് ഒരു വർഷം ഇവിടെ തീർന്നിരിക്കുകയാണ്. മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതൊക്കെ ഓർക്കണ്ടേ? ഈ ബർത്ത്ഡേ, അതുപോലെ ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർത്തുല്ലസിക്കാണ്, നമ്മൾ മതിമറന്ന് ആഘോഷിക്കാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കഴിഞ്ഞുപോയി. അടുത്ത വർഷം പൂർണ്ണമാക്കാൻ നമ്മളുണ്ടോ എന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. മരണം അടുത്തടുത്ത് വരികയാണ്. അതുപോലെ നമ്മുടെ അനാരോഗ്യം, നമ്മുടെ രോഗാവസ്ഥ അടുത്തടുത്ത് വരികയാണ്. നമുക്ക് ഈ കൊല്ലം കിട്ടിയ അതേ ആരോഗ്യം അടുത്ത കൊല്ലം കിട്ടണമെന്നില്ല. നമ്മൾ മെല്ലെ മെല്ലെ ക്ഷീണിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ പണ്ട് കയറിയുന്ന ആ മതിലിൽ, ആ സ്റ്റെപ്പിൽ ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരും. പണ്ട് നമ്മൾ കയറിയിരുന്ന മരം അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ മുമ്പ് അനായാസം കയറിയിരുന്നു. ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മുടെ ശരീരത്തിന് ഈ വീക്ക്നെസ് വരുന്നത്, ഈ ദുർബലത വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ ഒരുപാട് ളുഅഫ്, ബലഹീനത വരുമ്പോ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. പോകാനായിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ അല്ലാഹു തആല നമുക്ക് തരാണ്. റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭം
ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫസ്തഗ്ഫിറുഹു, നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോളി എന്ന്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറഞ്ഞിട്ട്, നബിയെ നിങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോളി, അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലിക്കോളി എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും പോകാൻ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. തസ്ബീഹ് ചെല്ലുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അള്ളാഹുവിന്റെ പള്ളിയിൽ കൂടുതൽ സമയം നമ്മൾ ഇബാദത്തിൽ ചെലവഴിക്കുക. ഇബാദത്തിനോട് താല്പര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇബാദത്തിനോട് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സമ്പൂർണമായിട്ട് ഹലാലാകാൻ ശ്രദ്ധിക്കണം. ഹറാമായതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ പൂർവികരായ, നമ്മൾ എത്രയോ കേരളത്തിൽ തന്നെ കഴിഞ്ഞുപോയ ഉലമാഇനെ നമുക്കറിയാം. അവര് ഭക്ഷണം കഴിച്ച് പള്ളിയുടെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് ഈർക്കിളി എടുക്കൂല. അത് നമുക്ക് ജായിസ് അല്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാട്. അതുപോലെ തന്നെ വെള്ളം ചൂടാക്കാൻ പള്ളിയിലെ വിറക് അവർ ഉപയോഗിക്കൂല. വെള്ളം ചൂടാക്കി കൊടുത്താൽ വിറക് എവിടുന്നാണെന്ന് ചോദിക്കുന്നു. ഒരു ഇളനീര് കൊടുത്താൽ ഇത് എവിടുന്നാണ്, ആരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് അന്വേഷിക്കുന്നു. ഇങ്ങനെ വയറ്റിലേക്ക് കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാണ് എന്ന് വെരിഫൈ ചെയ്തതിന്റെ ശേഷമാണ് നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നത്. നമ്മളിപ്പോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കണ്ടോടത്തുനിന്നൊക്കെ പോയിട്ട് തിന്ന, കടകളിൽ കയറിയിട്ട് ആ അരിയിൽ നിന്ന് അരിക്കെത്ര വില എന്ന് ചോദിച്ച് അരി എടുത്ത് തിന്ന, ബേക്കറി കടയിൽ പോയിട്ട് അവിടുന്ന് എടുത്ത് തിന്ന, അങ്ങനെ ടേസ്റ്റ് നോക്കുക എന്നും പറഞ്ഞിട്ട് എല്ലാ കടകളിൽ നിന്നും ചോദിക്കാതെ നമ്മൾ എടുത്ത് തിന്ന, യഥേഷ്ടം ഉപയോഗിക്കുക. ഫ്രൂട്ട്സിന്റെ കടയിൽ പോയാൽ അവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ട് തിന്നിട്ട് പോവുക. ഇങ്ങനെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ഹറാമും ഹലാലും ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ മനസ്സിൽ അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവൂല, തഖ്വ വരൂല, ഇബാദത്തിനോടുള്ള താല്പര്യം വരൂല. ഇബാദത്തിനോടുള്ള താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. അതിന് ഈ ഹറാമും ഹലാലും നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. ഹറാമ് ഒഴിവാക്കിയിട്ട് കഴിക്കുന്നത് ഹലാലാണ് എന്ന് ഉറപ്പ് വരുത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഇന്നലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടാൻ വേണ്ടി ഒരു 4000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ഈ റജബിന്റെ ബറക്കത്ത് കൊണ്ട്, പവിത്രമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല ഇസ്സത്തുള്ള ജോലി, ഹലാലായ സമ്പാദ്യത്തിന്റെ വാതില് അദ്ദേഹം, അള്ളാഹു ആ ചെറുപ്പക്കാരന് തുറന്നു കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വേറെ 1-2 സഹോദരങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് കുട്ടികൾക്ക് ചായക്ക് പലഹാരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പ് ഈ പടന്നയിലെ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് വിജയം കിട്ടി. അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ മുമ്പ് ഇവിടെ വന്ന് കുട്ടികളെല്ലാവരെയും കൂട്ടിയിട്ട് ദുആ ചെയ്ത് എന്നിട്ടാണ് അദ്ദേഹം പോയത്. 5000 രൂപയുടെ ഭക്ഷണവും കുട്ടികൾക്ക് അദ്ദേഹം നൽകി. അല്ലാഹു തആല അദ്ദേഹത്തിന് മുന്തിയ ജസാഉം നല്ല ജനങ്ങൾക്ക് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യവും അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.